സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 85ാമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്സ്, അവർ പാടിയ പാട്ടുകൾ, ആർക്കൊക്കെയാണ് ഗോൾഡൻ സ്റ്റാർസ് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം. ചിത്രചേച്ചി ഇല്ലാത്തതിനാൽ സീനിയർ ഗായകനായ ശ്രീനിവാസൻ സാറിനെയാണ് ജഡ്ജായി കൊണ്ടുവന്നിട്ടുള്ളത്. വളരെയധികം പോസിറ്റിവിറ്റി പരത്തുന്ന ഒരു ഗായകൻ കൂടിയാണ് ശ്രീനിവാസൻ സാർ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കണ്ടസ്റ്റന്റ് വെറും ഒരു ചിരി കൊണ്ട് 25,000 രൂപ വരെ സമ്മാനം നേടി. സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ സെമി ഫൈനൽസ് മത്സരങ്ങൾ തുടങ്ങുകയായി ഇന്നു മുതൽ. റോഡ് ടു ഫിനാലെ എന്ന് പേരിട്ടിട്ടുള്ള ഈ റൗണ്ടിൽ 10 ആഴ്ചകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മികച്ച ചലഞ്ചിങ് സോങ്സ് ആണ് കണ്ടസ്റ്റൻസിന് എടുത്ത് പാടേണ്ടത്. റോഡ് ടു ഫിനാലെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ ടോസ് ചെയ്യുന്നുണ്ട്. ആദ്യം ടോസ് ലഭിച്ച കോൺവെന്റ് സ്കൂൾ തന്നെ പാടാനായി തീരുമാനിച്ചു. ഈ റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് വൈശാഖനാണ്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനമാണ് വൈശാഖൻ പാടുന്നത്. ദാസേട്ടനും രവീന്ദ്രൻ മാഷും ശരത് സാറും ചേർന്നു പാടിയ ദേവസഭാതലം എന്ന ഗാനമാണ് വൈശാഖൻ പാടുന്നത്. പല രാഗങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ അതിമനോഹരമായ ഗാനം വൈശാഖൻ അതിവിദഗ്ധമായി, ഒരു മിസ്റ്റേക്സും ഇല്ലാതെ അതിമനോഹരമായി തന്നെ പാടി. 3 ജഡ്ജസും കൂടെ എഴുന്നേറ്റ് നിന്നാണ് ഒരുമിച്ച് ഗോൾഡൻ ബസർ അടിക്കുന്നത്. വൈശാഖന്റെ അത്ഭുത പെർഫോമൻസ് ആയിരുന്നു ഇത്. അടുത്തതായി പാടാനെത്തുന്നത് കൃഷ്ണശ്രീയാണ്. റോഡ് ടു ഫിനാലെ ചലഞ്ചിൽ മഴ എന്ന ലെനിൻ രാജേന്ദ്രൻ ചിത്രത്തിലെ അതിമനോഹരമായൊരു ഗാനമാണ് കൃഷ്ണശ്രീ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രചേച്ചിയുടെ കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമായ വാർമുകിലെ നീ വാനിൽ വന്നു നിന്നാൽ എന്നു തുടങ്ങുന്ന ഗാനമാണ് പാടുന്നത്. സ്റ്റാർ സിംഗറിലെ മെലഡി ക്യൂൻ എന്നു തന്നെ വേണമെങ്കിൽ കൃഷ്ണശ്രീയെ വിശേഷിപ്പിക്കാം. വളരെ ബുദ്ധിമുട്ടേറിയ ഈ ഗാനം അതിമനോഹരമായി അവതരിപ്പിച്ച കൃഷ്ണശ്രീയെ ശ്രീനിവാസൻ സാർ സ്റ്റേജിൽ ചെന്ന് അഭിനന്ദിക്കുന്നുണ്ട്. ചിത്രചേച്ചിക്കായി ഒരു ആരാധിക കൊണ്ടുവന്ന ഗിഫ്റ്റ് കൃഷ്ണശ്രീക്ക് സമ്മാനിക്കുന്നുണ്ട് ശ്രീനിവാസൻ സാർ. ചിത്രചേച്ചിയുടെ സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ ഈ സ്റ്റേജിലേക്ക് അവരുടെ സാന്നിധ്യം കൊണ്ടുവന്നത് കൊണ്ടാണിത്. അതിമനോഹരമായൊരു ഗോൾഡൻ സ്റ്റാർ ആയിരുന്നു കൃഷ്ണശ്രീക്ക് ഈ പാട്ടിലൂടെ ലഭിച്ചത്. തന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. കൃഷ്ണശ്രീയുടെ അച്ഛനെ വളരെ ഇമോഷണലായി കാണാമായിരുന്നു. അടുത്തതായി സ്റ്റാർ സിംഗറിന്റെ വേദിയിലെത്തുന്നത് ഒരു അതിഥിയാണ്. ഡോക്ടർ ജിജുവും അദ്ദേഹത്തിന്റെ വൈഫ് സംഗീതയുമാണ് എത്തിയിട്ടുള്ളത്. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വില്ലി വൈറ്റിന്റെ ഉടമകളാണിവർ. ഇവരുടെ സാന്നിധ്യത്തിൽ ഒരു സ്മൈലിംഗ് സിംഗർ കോൺടെസ്റ്റ് തന്നെ നടത്തി. മികച്ച സ്മൈലായി തിരഞ്ഞെടുത്തത് വിധുരാജിൻ്റെതായിരുന്നു. വളരെ ക്യൂട്ടായ ഒരു സെഗ്മെന്റ് ആയിരുന്നു ഇതെന്ന് പറയാതെ വയ്യ. വിന്നറായ വിധുവിന് 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് സ്പോൺസേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നിനച്ചിരിക്കാതെ സമ്മാനം ലഭിച്ചു വിധുവിന്. മൂന്നാമതായി പാടാനെത്തുന്നത് സൂര്യനാരായണനാണ്. ഭരതം എന്ന സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ രാമകഥാ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ എന്ന ഗാനമാണ് സൂര്യൻ പാടുന്നത്. സീസൺ 9 ഫിനാലെയിൽ ശ്രീരാഗ് പാടിയ ഗാനമാണിത്. പാടി ഫലിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ ഗാനം വളരെ മികച്ച രീതിയിൽ പാടി സൂര്യൻ. ചെറിയ ഒരു ആത്മവിശ്വാസ കുറവുണ്ടെന്ന് തോന്നിച്ചിരുന്നു ആദ്യമേ തന്നെ. ഈ പാട്ടിന് 99 മാർക്കാണ് സൂര്യന് ലഭിച്ചത്. ഈ പാട്ടിലെ തന്നെ വരികളായ ഇന്ദ്രധനുസുകൾ മീട്ടി എന്ന വരികൾ എല്ലാവരെയും കൊണ്ട് പാടിക്കുന്നുണ്ട്. മിക്ക കണ്ടസ്റ്റൻസും മെന്റേഴ്സും പാടി നോക്കുന്നുണ്ട് ഈ വരികൾ. ശ്വാസം നിർത്താതെ എത്ര നേരം പാടാൻ കഴിയുമെന്ന് ടൈമർ വെച്ചാണ് നോക്കിയിരുന്നത്. സൂര്യനെ കൊണ്ടാണ് അവസാനം പാടിക്കുന്നത്. 19.16 സെക്കൻഡ്സ് എടുത്തുകൊണ്ടാണ് സൂര്യൻ ശ്വാസം നിർത്താതെ പാടിയത്. അത്രത്തോളം പാടാൻ ബുദ്ധിമുട്ടാണ് ഈ പാട്ട് എന്നാണ് മിഥുൻ പറഞ്ഞു വെക്കുന്നത്. അത് വളരെ ശരിയാണ്. അവസാനമായി പാടാനെത്തുന്നത് അർജുൻ കേസിയാണ്. ദിൽ ചാത്താ ഹെ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് അർജുൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. തൻഹായി ദിൽ കി രാസ്തേ മേ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ് അർജുൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോനു നിഗം പാടിയ പാട്ടാണിത്. സത്യം പറഞ്ഞാൽ ഇതൊരു ചലഞ്ചിങ് സോങ്ങായി തോന്നിയതേയില്ല. അർജുൻ തുടർച്ചയായി ഹിന്ദി ഗാനങ്ങൾ മാത്രം പാടുന്നത് പ്രേക്ഷകർക്കിടയിൽ കുറച്ച് നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. 99.5 മാർക്കാണ് അർജുന് ലഭിച്ചത്. അർജുൻ മികച്ച ഗാനങ്ങളുമായി തിരിച്ചു വരട്ടെ. ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് വൈശാഖനെയാണ്. വളരെയധികം മികച്ചു നിന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു വൈശാഖന്റേത്. പെർഫോമേഴ്സ് ഓഫ് ദ വീക്ക് ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് വൈശാഖൻ, കൃഷ്ണശ്രീ, ശിവപ്രിയ എന്നിവരെയാണ്. സമ്മാനമായ 25,000 രൂപ ഇവർക്ക് 3 പേർക്കും കൂടി ലഭിക്കും. ഗോൾഡൻ മൊമെന്റ് ഓഫ് ദ വീക്ക് ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീനിവാസൻ സാർ കൃഷ്ണശ്രീയെ അഭിനന്ദിക്കാനെത്തുന്നതും സമ്മാനം നൽകുന്നതുമാണ്. മികച്ച പെർഫോമൻസിനായി കാത്തിരിക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.